ഏത് കഥാപാത്രം ചെയ്താലും ആ കഥാപാത്രത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൺവിൻസ് ചെയ്യണം. ഇപ്പം നമ്മളൊരു പടത്തിന് വില്ലനായിട്ട് അഭിനയിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ സെറ്റിൽ ചെല്ലുകയാണ്. നമ്മളൊരു സീൻ വായിക്കുമ്പം നമ്മളാണ് അതിൻ്റെ നെഗറ്റീവ് റോൾ ചെയ്യുന്നതെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഈ വില്ലൻ പറയുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൽ കൺവിൻസ്ഡ് ആയിട്ട് നിന്നാലേ ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരിക്കലും ഒരു വില്ലൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ഹീറോയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട്. അയാൾ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് പറയുകയാണെങ്കിൽ ഷമ്മിയുടെ കുറേ വൃത്തികേടുകൾ ഷമ്മി സ്വയം വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാകുന്നത്. ആ ക്യാരക്ടറിന് ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നത്. ബാക്കിയുള്ളവർ പോസിറ്റീവും ഇയാൾ നെഗറ്റീവ് ആകാൻ കാര്യം ഇയാൾ ഉറച്ച് വിശ്വസിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റിഗാർഡ്ലെസ് ഓഫ് പ്ലേയിങ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് റോൾ, ഈ കഥാപാത്രങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചേ പറ്റുള്ളൂ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ. ആക്ടറായാലും ചെയ്യുന്ന ഡയറക്ടർക്കാണേലും ആ ആംഗിളിനോട് ആ കഥാപാത്രത്തിന്റെ ആ കാഴ്ചപ്പാടിനോടുള്ള വിശ്വാസ്യത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയോ അത് കാണുന്ന ആൾക്കത് ഫീൽ ചെയ്യുമെന്നാണ് തോന്നിയത്.